Hello friends, welcome back to my channel. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലും ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കേരളത്തിലുള്ളവർക്ക് വേണ്ടിയാണ്, അതായത് കേരളത്തിൽ നിന്ന് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതാണ്, ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടത് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ വേക്കൻസി റിലേറ്റഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തായിരുന്നു, ഒത്തിരി കമൻസ് വന്നായിരുന്നു, മെസ്സേജസ് അയച്ചായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജസ് വന്നായിരുന്നു. അത് കഴിഞ്ഞും കുറേ പേര് മെസ്സേജസ് അയച്ചായിരുന്നു, വേറെ എന്തെങ്കിലും വേക്കൻസീസ് വരുവാണെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ 2-3 നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു. അതിൽ 2 ഇൻസ്റ്റാഗ്രാമിലും ഒരെണ്ണം യൂട്യൂബിലുമാണ്. യൂട്യൂബിലെ കമൻറ്റ് ഞാൻ അത്ര അങ്ങനെ കാര്യമാക്കുന്നില്ല, എന്നാലും ഞാനത് പറയാം. അതൊരു നോർമൽ കമൻ്റ് ആണ്, എപ്പോഴും വരുന്ന പോലത്തെ ഒരു കമൻറ്റ്. അതിൽ ബാക്കിയെല്ലാം പോസിറ്റീവ് കമൻ്റ് ആണ്, അതിൽ ഒരെണ്ണം മാത്രം ഒരു നെഗറ്റീവ് കമൻറ്റ്. ഞാൻ ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. Only for like making videos, there are no any recruitment. Please make sure you should spread correct information. Okay. സോ ഞാൻ ഇട്ടത് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ വേക്കൻസിയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് അതുപോലത്തെ വേക്കൻസി റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. സ്റ്റിൽ ആ വേക്കൻസി CPLന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. അതിൽ ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല. എന്താണ് ആ വേക്കൻസി അതിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആള് സെൻഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ CV സെൻഡ് ആയി കാണത്തില്ല. കാരണം ചിലർക്ക് CV ഒക്കെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഇമെയിൽ ID ടൈപ്പ് ചെയ്യുന്നതിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ CV സെൻഡ് ആകത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇമെയിൽ ID തെറ്റാണോ, കാരണം സെൻഡ് ആകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അങ്ങനെയുള്ള ഒരു ഇതും വന്നില്ല. എനിക്ക് തോന്നുന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ആക്ച്വലി ആ സെയിം കണ്ടന്റ് അതേപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നതേ ഇല്ല അതിൽ. ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇമെയിൽ ID ഒന്നും ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം എന്നിട്ടും ഇങ്ങനൊരു കമൻറ്റ് വരണമെങ്കിൽ മേ ബി അയാൾ സെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അത് പോയി കാണത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യാത്തതിൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. അല്ലാത്ത ഒത്തിരി പേര് സെൻഡ് ചെയ്തു, അവർക്കൊക്കെ പോയി. ഈ സംഭവം ഞാൻ ലൈക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ മെസ്സഞ്ചറിലൊക്കെ ഇതുപോലെ ജോബ് വേക്കൻസിയുടെ അന്വേഷിച്ച്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാനിത് എല്ലാ വീഡിയോയ്ക്കകത്ത് പറയുന്നതാണ്. ഇങ്ങനെ എപ്പോഴും പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും. പക്ഷെ പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് പറയുന്നത്. സോ അത് മനസ്സിലാക്കുക. ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടുതലും KCR, CPL, IITR ഇവരൊന്നും നിങ്ങളുടെ നിന്ന് കാശ് വാങ്ങിക്കുന്ന ഏജൻസീസ് അല്ല എൻ്റെ അറിവിൽ. സോ അങ്ങനെ കാശ് വാങ്ങിക്കുന്ന ഒരു ഏജൻസീസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി എങ്ങാനും ജോലി കിട്ടിപ്പോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും നഷ്ടമാകുന്നില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സെൻഡ് ചെയ്യുക. പിന്നെ അടുത്ത 2 കമൻറ്റ് വന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ എനിക്ക് ആ കമൻറ്റിന് റിപ്ലൈ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് കാണാം. അത് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ വേക്കൻസിയുടെ ഷോർട്ടായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതിനാണ്. അപ്പം ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ വായിക്കാം. അടി മേടിക്കാൻ ആൾ പോരാ, വിളിച്ച് വരുത്തു. സോ ഏതോ ഒരു പുണ്യാളൻ ഇട്ട കമൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ പുണ്യാളൻ്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഈ പുണ്യാളൻ അയർലൻഡിൽ തന്നെയുള്ള വ്യക്തിയാണ്. അതിൽ പ്രൊഫൈലിനെയും പുണ്യാളൻ എന്നാണ് കിടന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഞാൻ അടി മേടിക്കാനായിട്ട് ആളെ വിളിച്ച് വരുത്തുന്നതൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേക്കൻസിക്ക് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാത്തതുകൊണ്ട്. നിങ്ങളിപ്പോൾ അയർലൻഡിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. പക്ഷേ നാട്ടിൽ നിൽക്കുന്നവർക്കറിയാം. OET ഒക്കെ 10-12 തവണയൊക്കെ എഴുതിയിട്ട് അവസാനം OET കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡിസിഷൻ ലെറ്റർ വരാനായിട്ട് ഒരു സമയം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഇൻ്റർവ്യൂ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ജോബ് ഓഫർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പിന്നെ റെസ്പോണ്ട് ഇല്ല. അപ്പം അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അല്ലാതെ ഇവിടെ അടി വാങ്ങിക്കാൻ ആളില്ലാഞ്ഞിട്ട് ആളെ വിളിച്ച് കൂട്ടുന്നതല്ല. അത് ഇതുപോലുള്ള പുണ്യാളന്മാർ ഒന്ന് മനസ്സിലാക്കുക. ഇനി 2ാമത്തെ കമൻറ്റ് വന്നിരിക്കുന്നത്, എല്ലാവരും കയറി പോരെ, എന്നിട്ട് കിട്ടുന്നതൊക്കെ വാങ്ങിക്കോ, ഇവിടെ ഉള്ളവർ വേറെ എവിടെയെങ്കിലും കയറി പോവാൻ നോക്കുക, അപ്പോൾ ആണ്. ഓക്കെ, സോ കമൻറ്റ് എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ വായിക്കുന്നത് ക്ലിയർ അല്ലെങ്കിൽ. ഇയാളും എനിക്ക് തോന്നുന്നത് അയർലൻഡിൽ തന്നെ ആണെന്ന് തോന്നുന്നു. ആ കമൻറ്റിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. എനിവേ, ഈ പറഞ്ഞ ഇഷ്യൂസ് നിങ്ങൾക്കറിയാം, റേസിസം റിലേറ്റഡ് ആയിരുന്നു ഇഷ്യൂസ് ഈയിടെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്.
ഇപ്പം അടുത്തായിട്ട് ഞാനൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ഈ ഉണ്ടായ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് മൊത്തമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ്. അതിൽ കുറച്ചൊക്കെ റൂമേഴ്സും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ അറിയത്തില്ല ഏതാണ് ശരി ഏതാണ് റൂമർ എന്നുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റൂമേഴ്സ് ഇറങ്ങാനായിട്ട് വലിയ താമസമൊന്നുമില്ല. അപ്പം അങ്ങനെയും ഉണ്ട്. പിന്നെ ഇഷ്യൂസ് ഇല്ലാത്ത കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഈ പറഞ്ഞ ഇന്ത്യയിലാണെങ്കിലും അത്യാവശ്യം ഇഷ്യൂസ് ഇല്ലേ? ഇഷ്യൂസിന് ഒട്ടും കുറവില്ലല്ലോ ഇന്ത്യ ആയാലും. ഇത്രയും നാൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈയിടെ 1-2 ഇഷ്യൂസ് കേട്ടു. സോ താല്പര്യമുള്ളവർ വരിക, ഇല്ലാത്തവർ വരണ്ട. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിലേ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് നല്ലതാകത്തുള്ളൂ. അയർലൻഡിൽ നിന്ന് നിങ്ങൾക്ക് വേറെ കൺട്രീസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. സോ പിന്നെ ചിലർക്ക് അയർലൻഡ് സ്കോർ കിട്ടിയിട്ടുള്ളവരുണ്ട്, അവർക്ക് വേറെ കൺട്രീസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവർ അവരെ വെറുതെ നിരുത്സാഹപ്പെടുത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരാണ്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പലരും അയർലൻഡിലേക്ക് വരാനിരിക്കുന്നത്. എൻ്റെ ലൈഫിലും ഞാനും ഇതുപോലെ റിസ്ക് എടുത്ത് തന്നെയാണ് അയർലൻഡിൽ എത്തിയത്. ഞാൻ വരുന്ന സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. 3 ഫ്ലൈറ്റ് എടുത്തിട്ടാണ് അയർലൻഡിൽ എത്തിയത്. 3 ദിവസം എടുത്തിട്ട്. ആ സമയത്ത് ഫ്ലൈറ്റൊക്കെ കുറവായിരുന്നു. അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് അയർലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ 14 ഡേയ്സ് ക്വാറന്റൈന്, ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്റ്റേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് കാരണം വന്നു കഴിഞ്ഞിട്ട് ഈ കോവിഡിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ സ്റ്റേ തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. വന്നപ്പോൾ എനിക്ക് കോവിഡ് ഒന്നും വരാതെ ഞാൻ വളരെ സൂക്ഷിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ വന്ന് വർക്ക് ചെയ്യാൻ കയറിയത് കോവിഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. സോ നമുക്കപ്പോൾ ആരോട് എന്ത് കംപ്ലൈൻറ്റ് പറയാനാ? നമുക്ക് കിട്ടിയ സ്ഥലം അതാണ്. കാരണം അവിടെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫുമാരൊന്നുമില്ല. എല്ലാവരും കോവിഡ് പിടിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടൊരു സ്റ്റാഫ് വന്നു, നേരെ അവർ കോവിഡുള്ള ഏരിയയിലേക്ക് ഇട്ടു. നമ്മൾ പുതിയതായതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനായിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ കോവിഡ് പേഷ്യൻസിനെ നോക്കിയെങ്കിലും എനിക്ക് കോവിഡൊന്നും വരുത്തിയില്ല ആ സമയത്ത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് മൈനറായിട്ട് ഉള്ളൊരു ഇഷ്യൂസൊക്കെ ഉള്ളായിരുന്നു, അല്ലാതെ വലിയ കൂടിയ കോവിഡ് സിംറ്റംസ് ഒന്നും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധിയിലും നമ്മൾ തരണം ചെയ്യുന്നത്, അതായത് നഴ്സസ് ആയിട്ടുള്ളവർ തരണം ചെയ്യുന്നത് നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെയാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന ദൈവം ആരായാലും അവർ നിങ്ങളുടെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ നഴ്സസ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പം അതിനെ നേരിടാൻ തയ്യാറായിട്ടുള്ളവർ ലൈഫിൽ രക്ഷപ്പെടും. ഇപ്പം ഞാൻ അയർലൻഡിൽ എത്തിയതിനെ ഓർത്ത് ഞാൻ ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യും. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള കമൻസ് ഇട്ട് വെറുപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കമൻസ് ഒന്നും എന്നെ ബാധിക്കുന്നതുമല്ല. പക്ഷേ ഇത് കാണുന്ന അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്ക് ചെറുതായിട്ടൊരു ടെൻഷനും സ്ട്രെസ്സും കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത് എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർ നിങ്ങൾ ഈ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരിക. എനിക്ക് കിട്ടുന്ന വേക്കൻസീസിൻ്റെ പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം അറിയാത്തവരിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ അയർലൻഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. വേണ്ടവർ മാത്രം എടുക്കുക, വേണ്ടാത്തവർ ഇത് തള്ളിക്കളയുക. അതേപോലെ തന്നെ നഴ്സിംഗ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ടൈറ്റിലായാലും എന്തായാലും ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇടുന്നത്. ഇപ്പം ഷോർട്സ് വീഡിയോ ആണെങ്കിലും നഴ്സിംഗ് വേക്കൻസി ടു അയർലൻഡ് എന്നോ പറഞ്ഞ വല്ലതും ആയിരിക്കും ഇടുന്നത്. അപ്പം അത് കണ്ടിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കണ്ടന്റ് എന്താണെന്ന് കേട്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ട് പോകുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വേക്കൻസി വന്നിരിക്കുന്നത് IITR ഏജൻസിയുടെ അണ്ടറിലാണ്. IITR ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും IITRനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ IITRന്റെ വേക്കൻസി വന്നിരിക്കുന്നത് പീഡിയാട്രിക് ICUയിലേക്കും NICUയിലേക്കുമാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന്റെ ലൊക്കേഷൻ കേരളയാണ് കാണിച്ചിരിക്കുന്നത്. കേരളത്തിൽ എവിടെയാണെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ആയിട്ട് അവർ ഏത് ലൊക്കേഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്യുമായിരിക്കും. നവംബറിലാണ് ഇന്റർവ്യൂ വരുന്നത്. ഇതിൽ അവർ റിക്വയർമെന്റ്സ് ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് BSc or GNM, മിനിമം 4 years ഓഫ് എക്സ്പീരിയൻസ്, NMBA decision letter received or applied, IELTS or OET passed, experience in a minimum 250 bedded NABH or JCI accredited hospital,
1 year of pediatric ICU experience is mandatory. So send your CV to ireland@higerindians.com. അപ്പോൾ ഈ വേക്കൻസി IITR സൈറ്റിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർ നിങ്ങളുടെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഈ വേക്കൻസി റിലേറ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷോർട്സിലൂടെയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ മെസ്സേജസ് ഞാൻ അധികം അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അപ്പം നിങ്ങൾ മെസ്സഞ്ചറിൽ അയക്കുന്നവർ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുകയാണെങ്കിൽ അതിൽ മെസ്സേജസ് പിന്നെ ഇപ്പം നോക്കുന്നുണ്ട്. പക്ഷെ മെസ്സഞ്ചറിൽ അധികം അയച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ അധികം ചെക്ക് ചെയ്യാറില്ല. 1-2 ഒക്കെ മെസ്സേജസ് മാത്രമേ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നോക്കാറുള്ളൂ, കാരണം ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ്. അപ്പം അയക്കുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.